ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ വെയിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ കറക്റ്റ് തമിഴ്നാട് ഫീലായി. എത്ര വർഷം പഴക്കം കാണും അല്ലേ? ഒരു പഴയ ഒരു വൈബുള്ളൊരു തിയേറ്ററാ. കണ്ട ഈ പാല് കാച്ച് വീട് പാല് കാച്ചൊക്കെ ചെയ്യുമ്പോൾ കിട്ടി തൂക്കാം അല്ലേ? ഡമ്മോ അപ്പോൾ കടി കിട്ടിയാന്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ SMB മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തമിഴ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഈ നാളെ പൊങ്കലാണ്, ഇന്ന് പൊങ്കലിൻ്റെ തലേ ദിവസം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കരിമ്പ് കച്ചവടവും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നേക്കുക. ഇത് SMB മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡാട്ടോ, SMB മാർക്കറ്റ്. SMB എന്ന് പേരുള്ള ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ പേരിലെ മാർക്കറ്റ് അറിയപ്പെടുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഇവിടെയൊക്കെ കരിമ്പ് കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ, വണ്ടിയിലൊക്കെ വെച്ച് കെട്ടി വിടുക. കണ്ടാ നാളെ പൊങ്കലായതുകൊണ്ട് കരിമ്പൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവുക. ഈ റോഡ് ഫുള്ളായിട്ട് കച്ചവടം കേട്ടോ, കരിമ്പിൻ്റെ കച്ചവടവും പിന്നെ ഈ പൊങ്കലുമായിട്ട് ബന്ധപ്പെട്ട പല പല കച്ചവടങ്ങളാണ്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാ SMB മാർക്കറ്റ് കേട്ടോ. പച്ചക്കറി കച്ചവടമാണ് മെയിനായിട്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലോഡൊക്കെ ഇറങ്ങുന്ന കാണാം. കണ്ടോ തമിഴൊക്കെ കേൾക്കുന്നുണ്ടോ? ഓരോരുത്തർ തമിഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ്ടില്ലേ മാർക്കറ്റിലോട്ട് കയറുന്ന വഴിക്ക് ഇവിടെ പൂ കച്ചവടമൊക്കെ ഉണ്ട്, പൂ കെട്ടുന്നുണ്ടോ? നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ? അതാണ്ട് ഇവിടെ ഒരു കുഞ്ഞൊരു ചായക്കടയുണ്ട്, ഒരു വൈബ് ചായക്കട കേട്ടോ, നല്ല ഒരു ചെറിയൊരു ചായക്കട. അങ്ങോട്ടങ്ങനെ പോയിട്ട് ചായ പിടിക്കാം. പന്നിയുടെ അത്രയുള്ള പട്ടി. ഇതാ കണ്ടില്ലേ കരിമ്പും പിന്നെ മഞ്ഞളിൻ്റെ ചെടിയൊക്കെ ഉണ്ട്. മഞ്ഞൾ വേണ്ട മഞ്ഞൾ ഇതങ്ങ് എവ്വളോ എടുക്കറ நான் அப்படியே போய் கவர் பண்ணிட்டு வரேன். എവ്വളോ ഇത്? ആന്നല്ലേ? ഓ 100-ന് 50-നോ എത്ര? ഇന്ന വിലയൊന്നും കിടയാത്. ഓ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചാ കേട്ടോ. വേപ്പലയും പിന്നെ ഈ ഇത് എന്നാ പൂ? ഇത് കണ്ണുക്കുള്ള ചെടിയാ? ഓ കണ്ണുവിടായിരിക്കാം. വീട്ടിന്റെ വാതിൽ കെട്ടിയിടുന്ന ചെടിയാട്ടോ, കണ്ണുവിടായിരിക്കാൻ വേണ്ടി. ഈ പാല് കാച്ച് വീട് പാല് കാച്ചൊക്കെ ചെയ്യുമ്പോൾ കെട്ടി തൂക്കാം അല്ലേ? അതുകൊണ്ട് ഇത് പുഴുങ്ങുന്ന കിഴങ്ങാട്ടോ. പേരെന്താ കിഴങ്ങിന്റെ? ഇതൊക്കെ പേരെന്നാ? പനങ്കിഴങ്ങ്. പനങ്കിഴങ്ങാട്ടോ ഇത്. പുഴുങ്ങുന്നത് നല്ല രസമാണ് ഇത് കഴിക്കാൻ. കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കെട്ടിക്കെവളോ? അപ്പടിയാ? ഓ ഇത് 30 രൂപ കേട്ടോ. എന്തായാലും പനങ്കിഴങ്ങ്. അപ്പോൾ എന്തായാലും വരാം, കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കരിമ്പും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടിരിക്കുക കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ SMB എന്ന് പറഞ്ഞ തിയേറ്റർ. അപ്പം ഈ ഇതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് കാണിച്ചു തരാം. ഒരു പഴയ ഒരു വൈബുള്ളൊരു തിയേറ്ററാണ്. കണ്ട ആ കാണുന്ന തിയേറ്റർ. അപ്പോൾ ഈ SMB എന്ന് പറഞ്ഞ തിയേറ്ററിൻ്റെ പേരിലാണ് ഈ സൈഡിലത്തെ മാർക്കറ്റ് അറിയപ്പെടുന്നത്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് കരിമ്പിൻ്റെ കച്ചവടം. അതാ കണ്ടില്ലേ ഓരോരോ കെട്ടായിട്ട് വെച്ചിരിക്കുക. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിൽ കച്ചവടം കേട്ടോ. റെയിൽവേ ഗേറ്റ്. ഈ റെയിൽവേ ഗേറ്റ് അറിയപ്പെടുന്നത് SMB റെയിൽവേ ഗേറ്റ് എന്നാണ് കേട്ടോ. എല്ലാം ആ തിയേറ്ററിൻ്റെ പേരിലാണ്. നമ്മൾ ചിന്നക്കടയിലോട്ട് കിടക്കും കേട്ടോ. കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട നഗര ഹൃദയ ഭാഗമായിട്ടുള്ള ചിന്നക്കടയിലോട്ട് കിടക്കുക ഈ ഗേറ്റ് കഴിഞ്ഞാൽ, റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാൽ. ഇവിടെ നിരത്തി പിടിച്ച് മാലയൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പണ്ട് മുതലേ കൊച്ചിലെ മുതലേ കാണുന്നൊരു സംഭവം കേട്ടോ. അത് ഇവിടുത്തെ ചീനി കച്ചവടം, ചീനി വറ്റൽ കച്ചവടം കാണിച്ചു തരാം. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് ലേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ മുമ്പിൽ. അടിപൊളി സാധനമാണ്. അങ്ങനെ SMB റെയിൽവേ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ഹെയർ ഡ്രസ്സിങ് ഒരു സലൂണുണ്ട്. പഴയകാല ഒരു വൈബുള്ളൊരു കടയാണ്. നമ്മുടെ ഈ പണ്ടത്തെ ടൈപ്പ് ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ, കണ്ടോ ആൾക്കാർ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴല്ലേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ താടിക്കാരൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള സലൂണൊക്കെ വന്നു തുടങ്ങിയ. അങ്ങനെ നമ്മൾ ചിന്നക്കട ഫുട്പാത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴേക്കും കുറേ കണ്ണാടി വെച്ചിരിക്കുന്നതൊക്കെ പഴയ ഒരു ബ്രൂസ്ലിയുടെ പടത്തിനകത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് കണ്ണാടിയുള്ള ഒരു റൂമിനകത്ത് കയറുന്നൊരു ഫൈറ്റ് സീനുണ്ട്. അതേ കണക്ക് തോന്നുന്നു. ഇവിടെ കൈവണ്ടി ഇരിക്കുന്നതൊക്കെ, കൈവണ്ടിയൊക്കെ ലോക്കിട്ടിരിക്കുക കേട്ടോ. ഊട്ടൊക്കെ ഇട്ട് ലോക്കിട്ടിരിക്കുക. കൈവണ്ടിയൊക്കെ ആരാ എടുത്തോണ്ട് പോകുന്നതല്ലേ? എടുത്തോണ്ട് പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെടുന്നവൻ എന്തായാലും മോഷ്ടിക്കത്തില്ല. അങ്ങനെ ഈ ഒരു വഴിയുണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് തമിഴ്നാട്ടിലെത്തിയ ഒരു ഫീല് തോന്നും.
തമിഴ്നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും പക്ക ആ ഒരു വൈബാണ്. ഇവിടെ നിന്നൊക്കെ ഒരു കൊച്ചു ചായ കടയൊക്കെ വേണ്ട, കറക്റ്റ് നമ്മുടെ നാഗർകോവിലൊക്കെ എത്തിയ ആ ഒരു ഫീല് ഒന്നും കണ്ടു കഴിഞ്ഞാൽ. വേറൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഫടികം സിനിമ ഉണ്ടല്ലോ, മോഹൻലാലിൻ്റെ സ്ഫടികം സിനിമയ്ക്കകത്ത ഫൈറ്റ് സീനില്ലേ, ചന്തയ്ക്കകത്ത് വെച്ചൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അപ്പോഴാ ഒരു സ്ഥലമൊക്കെ ഏകദേശം ഇത് കണക്ക് ഇരിക്കുക. വീണ്ടും കൈവണ്ടി കിടക്കുന്നു. നാഗർകോവിൽ ചന്തയിലും എല്ലാം ഉണ്ട് കൈവണ്ടി. കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെ കാളവണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ മൃഗസംരക്ഷണ അങ്ങനത്തെ സംഭവം ആൾക്കാരൊക്കെ എതിർത്തത് കൊണ്ട് ഇപ്പോൾ കാളവണ്ടി ഇവിടെ കാണുന്നില്ല. മാൻമാർക്ക് ഉഴുന്നുമാവ്, മാൻമാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വൈഡായിട്ട് കാണുമ്പോഴത്തേക്കും കുറച്ച് ദൂരെ നിൽക്കുന്നതായിട്ട് തോന്നുമായിരിക്കും ബോർഡ്. നിങ്ങൾ കുറച്ച് വീഡിയോ സൂം ചെയ്തൊക്കെ നോക്കുക കേട്ടോ. യൂട്യൂബിലൊക്കെ അങ്ങനെ സൂം ചെയ്യാൻ പറ്റും വീഡിയോ. സത്യം പറയാമല്ലോ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു വന്നപ്പോഴേ ഇതൊക്കെ കാണുന്നത് കേട്ടോ. കൊള്ളാം, നല്ലൊരു കട. ആ തടി വെച്ചുള്ള വർക്കൊക്കെ മുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ്ടില്ലേ പലക വെച്ചുള്ള പണ്ടത്തെ അടപ്പ്, ഇങ്ങനെ ഓരോരോ പലക വെച്ച് അടച്ചടച്ച് വരുമല്ലോ, അങ്ങനത്തെ അടപ്പൊക്കെയാണ്. എത്ര വർഷം പഴക്കം കാണുമല്ലേ? ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞോട്ടല്ലേ കരിഞ്ഞ് ലോറിയൊക്കെ കൊണ്ട് ഇവിടെയിട്ട് ബ്ലോക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും. ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ വെയിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ കറക്റ്റ് തമിഴ്നാട് ഫീലായി. ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ കറക്റ്റ് തമിഴ്നാട് എത്തി കണക്ക് തോന്നും. ലോറി ഡ്രൈവർമാർ അങ്ങോട്ട് വാങ്കപ്പ പൊങ്കപ്പ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കറക്റ്റ് തമിഴ്നാട് എത്തി ആ ഒരു ഫീല് തോന്നും. അതാണ്ടത് ഈ വഴി പോകുമ്പോഴത്തേക്ക് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം കറക്റ്റ് നമ്മുടെ ഒരു തമിഴ്നാട് ലുക്കിലാണ് പണിഞ്ഞിരിക്കുന്നത്. കാണിച്ചു തരാം. ഇതൊക്കെ കറക്റ്റ് നമ്മുടെ നാഗർകോവിൽ മാർക്കറ്റ് കണക്കിരിക്കുക കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു നാഗർകോവിൽ ചന്ത കണക്കാണ് നമ്മുടെ ചിന്നക്കട മാർക്കറ്റ് കാണാനിരിക്കുന്നതെന്ന്. ഇതാ കണ്ടില്ലേ, ലോങ്ങിൽ നിന്ന് കണ്ട അമ്പലത്തിൻ്റെ വ്യൂ. അവിടെ വിളക്കും അതൊക്കെ കത്തിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു മണം ഇവിടെ അടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫീലുണ്ട്. അവിടെ ഫ്രണ്ടിൽ കോലമൊക്കെ ഇട്ടിരിക്കുക. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കരിമ്പ് കച്ചവടവും അങ്ങനത്തെ പച്ചക്കറി കച്ചവടവും എല്ലാം ഉണ്ട്. തമിഴ് ശൈലിയുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ചാമക്കട എന്നാണ് കേട്ടോ. ചാമക്കട, ചിന്നക്കടക്കകത്തുള്ള ചാമക്കട എന്ന് പറയുന്ന സ്ഥലം. അത് ഇവിടെയും കരിമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടാ. ഇതിൻ്റെ ബാക്കിലായിട്ട് ആ കാണുന്ന പഴയ ഒരു തിയേറ്ററാണ്, AJ ഹാൾ എന്നല്ല ഇപ്പോൾ പേര്. പണ്ട് ഈ തിയേറ്ററിൻ്റെ പേര് സുധി തിയേറ്റർ എന്നായിരുന്നു. സുധി, ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുള്ള തിയേറ്ററാണ്. അതാ മോഹൻലാലിൻ്റെയൊക്കെ ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ഇറങ്ങിയ അതെ. ഇപ്പം മൊത്തം കാടൊക്കെ പിടിച്ച് നശിച്ച് കിടക്കുക. കിടിലൻ സൈക്കിളാണല്ലോ. ഇതെന്തുവാ സാധനം? വർക്കാവത്തില്ലേ? ലൈറ്റാ വർക്കാവത്തില്ലെന്ന്. ഇതൊക്കെ എന്തിന് കാണാമുണ്ടൊക്കെ? എന്തിന് ഇതൊക്കെ? എന്തിന്? പട്ടി ഓട്ടിക്കാനാ? വേണ്ട, പട്ടിയും ഞാനുമായിട്ട് അത്ര ചേർച്ചയിലല്ല. ഇതാണ് ചാമക്കട ഫയർഫോഴ്സ്. ഇതെല്ലാം തമിഴ് ആൾക്കാരുടെ കടയായിരുന്നു കേട്ടോ. പൊങ്കലായതുകൊണ്ട് എല്ലാവരും അടച്ചിട്ട് പോയിരിക്കുക. ഷട്ടർ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? ഇതൊരു പൊളപ്പം വണ്ടി കിടക്കുന്നൊക്കെ. AP ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ലോറി ആട്ടോ. കിടില ലുക്കല്ലേ? ഹെവി. ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഹെവി എന്ന് പറയുന്നത്, ഹെവി ലൈസൻസ് ഒക്കെ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ടയറിൻ്റെ എണ്ണം നോക്കേ, വരിയായിട്ട് കിടക്കുക. കൊള്ളാം, കിടിലം. അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ SMB റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. വണ്ടി നിന്ന് കഴിഞ്ഞാൽ അങ്ങ് നിൽക്കും, ക്രോസ് ചെയ്ത് ഇറങ്ങാം. റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ പോവുക കേട്ടോ. ഇതാണ്ടെ നമുക്ക് ഈ ചീനി വരല് മേടിച്ചോണ്ട് പോവാം. ഒന്ന് കൊടുങ്ക. നേരത്തെ നമ്മളിവിടെ നോക്കിയിട്ട് പോയതായിരുന്നു. ഇതാ പേരെന്നാ? മുരുകൻ. മുരുകൻ. നിങ്ങളുടെ വീട് അല്ല ഊറ്? சேலம். ஓ, சேலத்து மாம்பழம் ரொம்ப ஃபேமஸ் இல்லை? போடுங்க இந்த முளகோடி உப்பும் கூட சேர்ந்து வருന്ന സാധനം അത്. ഓക്കെ, ഒന്ന് അധികം കൊടുங்க. വാ, നൈസ്. സൂപ്പർ സാധനം അത്. ഒരു മിനിറ്റ്, പൈസ തരാം. ഓക്കെ, ശരി. നൈസ് സാധനം അത്, നൈസ്. അതാ നമ്മൾ തിയേറ്ററിൻ്റെ ഫ്രണ്ട് എത്തി.
നമ്മൾ നേരത്തെ ഇവിടെ വിലയൊക്കെ ചോദിച്ചിട്ട് പോയതായിരുന്നു. വണ്ടി എൻ്റെ വണ്ടി എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മേടിക്കാം. ഒരു കരിമ്പ് എത്രയാ കരിമ്പ്? അതെന്തോ 60-50 രണ്ടും തമ്മിലുള്ള വ്യത്യാസം? 60-ൻ്റെ 50-ൻ്റെ വ്യത്യാസം എന്തോ? ഓ, വലുത് 60 രൂപ, ചെറുത് 50 രൂപ. വലുതൊരെണ്ണം എടുത്തോ, വലുതൊരെണ്ണം. ഇതാണോ വലുത്? ഓക്കെ, ഇതെടുത്തോ. ആ, എടുത്തോ. ഇത്ര 70? ആ, അപ്പം 60-നെക്കാട്ടി കുറച്ചും കൂടെ വലുത് ആണെന്ന് തോന്നല്ലേ ഇത്? ആ, മുറിച്ചോ. ഇതേ നീളം അനുസരിച്ചല്ലേ വില? ഓക്കെ, പിടിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കെട്ടിത്തരണേ, ബൈക്കിൽ കൊണ്ടുപോകുന്നതാണ്. നമ്മളിത് ഇവിടെയും കൂടെ തിരക്കിയായിരുന്നു, ഈ പനംകിഴങ്ങിൻ്റെ വില തിരക്കിയായിരുന്നു. അപ്പം പനംകിഴങ്ങ് ഞാനങ്ങനെ കഴിക്കുന്നതല്ല, പക്ഷെ എനിക്ക് മേടിച്ചേക്കാം അല്ലേ. എല്ലാവരും വമ്പൻ പൊങ്കൽ ഷോപ്പിംഗ് ആട്ടോ. ഇത് എവ്വളോ? 30. അന്ന് ഒരു കെട്ടെടുങ്ക, ഒരു കെട്ട്. അങ്ങനെ നമ്മൾ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട തമിഴ് ശൈലിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി നടന്ന് കാണിച്ചെന്ന എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല, സമയം ഇരുട്ടിപ്പോയി. ഇപ്പോൾ സമയം എന്താ, എത്രയായി? 18:34. 6:30 കഴിഞ്ഞ് സമയം ഇങ്ങ് ഇരുട്ടി. ഇനി പോകാൻ നമുക്ക് സമയമില്ല. എന്തായാലും നമുക്ക് നാളെ രാവിലെ ഈ പൊങ്കൽ തിളച്ച് പൊങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. കാര്യം രാവിലെ എഴുന്നേക്കണം, 5 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പോയി ആ വീഡിയോ കൂടെ എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. കുറച്ച് കരിമ്പും ചീനിവറ്റലും പിന്നെ എന്തോ പനംകിഴങ്ങോ അങ്ങനത്തെ എന്തോ സാധനമൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ശരി അപ്പോൾ.